നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്ര നമ്മുടെ ദേശത്തെ പിന്തുടരുകയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഭൂമിയിൽ എന്തൊക്കെയോ നമുക്ക് ചെയ്യുവാനുണ്ട്. ദൈവത്തിന് നമ്മിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്. ആകയാൽ അവയെക്കുറിച്ച് നമുക്ക് തികച്ചും ബോധവാന്മാരായിരിക്കാം. ദൈവത്തെ വിളിച്ച് മനമുരുകുന്ന കുറെ ഭക്തന്മാർ ജീവിക്കൊണ്ട് അനർത്ഥം ഒഴിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ ആരും സുരക്ഷിതരല്ല. ഓരോ ദിവസം കഴിയുന്തോറും അനർത്ഥത്തിന്റെ ഗണികളിലേക്ക് നമ്മുടെ കാലുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം ഇന്ന് നമുക്ക് തന്ന സമയം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാകണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ ഒരു തീക്കനൽ ഒരു സ്ഥലത്തിരുന്ന് കത്തിയാൽ അത് ഒരു അല്പം വെള്ളം കുടഞ്ഞാൽ അത് കെട്ടുപോകും. നമ്മൾ ഒരു തീക്കൊള്ളിയല്ല, ആയിരക്കണക്കിന് തീക്കൊള്ളിയാണ്. ആളിക്കത്തണം. സാത്താന്റെ ആയുധങ്ങൾ ദഹിച്ചു പോകുമാറ് നമ്മുടെ മധ്യ ഒരു ആത്മീയ അഭിഷേകം ഇറങ്ങി നമ്മുടെ നാവുകൾ അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുകളായി തീർന്ന് സാത്താന്റെ ആയുധങ്ങൾ ദഹിക്കും. ബൈബിളിൽ പലയിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പല വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് യാചനയെന്ന് കൊടുത്തിട്ടുണ്ട്. യാചന ഒരു വിധത്തിലും അർഹതയുള്ളവനല്ല. മറ്റൊരുവന്റെ ദയ തേടിയാണ് യാചിക്കുന്നത്. നമ്മളാരും യാചിക്കാൻ വന്നവരല്ല, നാം ദൈവത്തിന്റെ മക്കളാണ്. രണ്ടാമത്തേത് മധ്യസ്ഥതയാണ്. മോശ ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിന്നുള്ള മധ്യസ്ഥത. നമ്മളാരും മധ്യസ്ഥത ചെയ്യാൻ വന്നതല്ല, യുദ്ധകളത്തിൽ പോരാടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. യുദ്ധകളത്തിൽ പോരാടി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ വന്നതാണ്. നല്ല അറിവ് നിങ്ങൾക്കുണ്ടാകണം. 100% യേശു രക്തം കൊടുത്തു വാങ്ങിയിട്ടുള്ളതാണ്. ആകയാൽ നമുക്കൊരിക്കലും ഒരു യാചകന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്. പകരം ഒരു യോദ്ധാവിന്റെ ശബ്ദമേ ഉണ്ടാകാവൂ. യുദ്ധകളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അന്തരാത്മാവ് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ ചില തിരുവെഴുത്തുകൾ നിങ്ങളോട് പറയാം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കണം. അതിനുശേഷം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം. മുൻപ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചിട്ടുള്ള ശുശ്രൂഷകരോ വിശ്വാസികളോ ഉണ്ടെങ്കിലൊന്ന് കൈവക്കാമോ? നമ്മുടെ ആത്മാവ് പുറത്തിറങ്ങി വന്ന് സാത്താന്റെ സാമ്രാജ്യത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തി ഉണ്ടാകണം. അതാണ് യുദ്ധം. കർത്താവേ, എനിക്കത് തരണേ, എനിക്കിത് തരണേ, അതൊക്കെ യാചകനാണ്. നിങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വരും. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ ആത്മാവിൽ ദർശിക്കും. അപ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് മൂർച്ചയുള്ള വാള് പുറപ്പെടും. ആ വചനത്തിന്റെ പേര് റോക്കിയോ എന്നാണ്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം മരണകരമായി മുറിവേറ്റു. ആരാണ് അവനെ മുറിപ്പെടുത്തിയത്? 1-ാം നൂറ്റാണ്ട് തുടങ്ങി അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് സാത്താനെ മുറിപ്പെടുത്തിയത്. അവന് മരണം ഉണ്ടായിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവൻ മരിച്ചുപോയനെ. അവന് മരണമില്ല. ബൈബിൾ എഴുതിയിരിക്കുന്നു 5 പ്രാവശ്യം ഒരേ വാക്കുണ്ട്, മരണകരമായ മുറിവേറ്റു, മരണകരമായ മുറിവേറ്റു. യോഹന്നാൻ പറയാണ്, സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു, അവൻ മരണകരമായ മുറിവേറ്റു. ആരാണ് അവനെ മുറിപ്പെടുത്തിയത്? മറ്റു മൃഗം യുദ്ധം ചെയ്ത് മുറിപ്പെടുത്തിയതാണോ? അല്ല. അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട മൂർച്ചയുള്ള വാളുകൊണ്ട് മുറിവേറ്റവനാണ് സാത്താൻ. ആത്മാവ് ഉണർന്നു പുറത്തു വരണം. ശക്തിയോടെ സാത്താന്റെ സാമ്രാജ്യത്തിനെതിരെ പ്രാർത്ഥിക്കണം. നമുക്ക് ഉറങ്ങി തൂങ്ങി യാചകരെ പോലെ അതിനെ ഇതിനെ ഭൗമ്യ വിഷയം ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ അതിനു മുൻപ് നമുക്ക് 1-2 ദൈവവചനം ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങളുടെ ആത്മാവിൽ എഴുതി ചേർത്തുകൊണ്ട് വേണം. ഒന്ന്, യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഞാൻ ഇസ്രായേലിന് നടുവിലുണ്ട്, ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. 2700ഓളം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജീവിച്ച പ്രവാചകൻ പറയുന്നൊരു വാക്കാണ്. ഇതിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, ഇതൊരു പ്രവചനമാണ്. 2, ഇതൊരു വാഗ്ദത്തമാണ്. പഴയ നിയമ ഇസ്രായേലിന് ഇതൊരു പ്രവചനമാണ്. കൃപായുഗ വിശുദ്ധന്മാരായ നമുക്കിതൊരു വാഗ്ദത്തമാണ്. വാഗ്ദത്ത വചനം എന്താണ്? ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം എന്റെ മധ്യയുണ്ട്, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവം ഞങ്ങളുടെ മധ്യയുണ്ട്, ഞങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോവുകയല്ല. വചനം ഹൃദയത്തിൽ നമുക്ക് എഴുതി ചേർക്കണം. അതിനുശേഷം വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഒരു മനുഷ്യന്റെ നിത്യതയിലേക്കുള്ള ജീവിത യാത്രയിൽ അവൻ ലജ്ജിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ പ്രത്യാശിക്കുന്ന വിഷയങ്ങൾ നടക്കാതെ വരുമ്പോൾ അവൻ ലജ്ജിച്ചു പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടൊക്കെ ഇരിക്കും. സമയത്ത് നിവർത്തിക്കപ്പെടാതെ വന്ന് ലജ്ജിക്കുന്നത് കണ്ടിട്ടില്ലേ?
അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം സംഭവിക്കുമ്പോൾ അവൻ ലജ്ജിക്കും. ഒരുപക്ഷെ പല നാളുകൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം നിവർത്തിക്കാതെ ലജ്ജിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ ദൈവം വിടിവിക്കും. ഹൃദയത്തിൽ എഴുതി അതരം കൊണ്ട് ഏറ്റു പറയണം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മൾ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ലജ്ജിക്കരുത്. രണ്ടാമത്, നമ്മൾ ലജ്ജിക്കുക എന്ന് പറയുന്ന യുദ്ധകളത്തിലാണ്. യുദ്ധകളത്തിൽ നമ്മൾ ലജ്ജിച്ചു പോകരുത്. യോശുവ യുദ്ധത്തിൽ തോറ്റുപോയി. മോശ മരിക്കുമ്പോൾ ദൈവം മോശ വന്ന് പർവ്വതത്തിൽ നിറങ്ങി വന്ന് പറയുന്ന വാക്കൊക്കെ ഉണ്ട്, വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. യോശുവ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നീ ജനത്തെ കൊണ്ടുപോകണം, ജനത്തെ കനാൻ ദേശത്ത് കൊണ്ടുപോകണം. മോശ മരിച്ച ഉടനെ ദൈവം ഇറങ്ങിവെന്ന് പറഞ്ഞു, യോശുവ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഈ ജനത്തെ നീ കനാൻ ദേശത്ത് കൊണ്ടുപോകും. ജനത്തിന് ദേശം വിഭജിച്ചു കൊടുക്കും. കൊടുക്കണമെന്നല്ല, കൊടുക്കും. അങ്ങനെയാണ്, കൊടുക്കും. ഇതല്ല. അപ്പം ഈ ദേഹത്തിന്റെ ഈ യോശുവയുടെ മനസ്സിൽ പരാജയത്തിന്റെ ഒരു രൂപമില്ല. മോശ പറഞ്ഞു, പുറകെ ദൈവവും പറഞ്ഞു. അപ്പൊ ജയം മാത്രം മനസ്സിൽ പ്ലാൻ ചെയ്ത് യോശുവ യുദ്ധങ്ങൾക്ക് പോയി. ഒന്ന് കഴിഞ്ഞു കനാനിലെ ജാതികളെ അറ്റാക്ക് ചെയ്ത് അവസാനം ഹായി പട്ടണത്തിൽ പോയി തോറ്റുപോയി. 430 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം ഹായിക്കും ബെഥേലിനോടെ യാഗപീഠം പണിതല്ലേ അവൻ പരാജയപ്പെട്ടത്. അതേ സ്ഥലത്ത് ചെന്നപ്പോ യോശുവ തോറ്റുപോയി. സൂര്യനെ നിർത്തിയ മഹാൻ, പക്ഷേ ഹായി പട്ടണത്തിൽ തോറ്റുപോയി. ഇവിടെ ഒരു രംഗമുണ്ട്, യോശുവ മടങ്ങി വരുന്ന ഒരു രംഗം. യോശുവ വന്ന് യഹോവയുടെ കൂടാരത്തിന് മുമ്പിൽ വസ്ത്രം കീറി കമന്ന് കിടക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ. ദൈവം വന്ന് ചോദിച്ചു, യോശുവ, നീ എന്തിനാണ് വസ്ത്രം കീറി കിടന്ന് കരയുന്നത്? അപ്പോൾ യോശുവ പറയുന്നു, ശത്രുവിന്റെ മുൻപാകെ പുറം കാട്ടി ലജ്ജിപ്പാനാണോ എന്നെ അങ്ങോട്ട് അയച്ചത്? മോശ മരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്തിനാണ് അവിടേക്ക് എന്നെ അയച്ചത്? കണ്ടോ, ചിലപ്പോൾ നമ്മുടെ പദ്ധതികളിൽ, നമ്മുടെ യുദ്ധത്തിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ പരാജയങ്ങളൊക്കെ ഉണ്ടാകാം. വിശുദ്ധിയെ മാത്രം സ്നേഹിച്ച് നീതിയെ മാത്രം സ്നേഹിക്കുന്ന നാം പലപ്പോഴും ഇരുളിന്റെ നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ ഇടറിപ്പോയെന്ന് വരാം. ഓർമ്മയിൽ സൂക്ഷിക്കൂ, എന്റെ ജനം ഒരു നാളും ലജ്ജിക്കത്തില്ല. വചനം ഏച്ചു പറഞ്ഞുകൊണ്ട് വേണം നമുക്കൊരു 10 നിമിഷം പ്രാർത്ഥിക്കാൻ. ഇല്ല, ഈ യുദ്ധകളത്തിൽ ഞാൻ ജയിക്കും. യേശു എന്നോടുകൂടെ ഉണ്ട്. അവൻ സൈന്യത്തിന്റെ അധിപതിയാണ്. ഞാൻ യുദ്ധത്തിൽ ലജ്ജിക്കത്തില്ല. മൂന്നാമത് നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ട വിഷയം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കർത്താവിൽ വസിപ്പീൻ. യേശു എപ്പോഴാ വരുന്ന അറിഞ്ഞുകൂടാ. വരുമ്പോൾ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകരുത്. കൈവിടപ്പെട്ടു പോയാൽ നമ്മെ പോലെ അരിഷ്ടര് ഭൂമിയിൽ ആരും കാണത്തില്ല. ഇത്ര വലിയ രക്ഷ നമുക്ക് അഗണ്യമായി പോകരുത്. അപ്പോൾ ഒന്ന്, പ്രത്യാശിക്കുന്ന വിഷയത്തിൽ സംഭവം നിവർത്തിക്കപ്പെടാൻ കഴിയാതെ നമ്മൾ ലജ്ജിക്കരുത്. യുദ്ധകളത്തിൽ പിൻപിലേക്കോടി ആയുധം വലിച്ചെറിഞ്ഞ് നമ്മൾ ലജ്ജിതരാകരുത്. യേശുവിന്റെ പ്രത്യക്ഷതയുടെ ദിനത്തിങ്കൽ കൈവിടപ്പെട്ടുപോയി എതിർ ക്രിസ്തുവിന്റെ കരങ്ങളിൽ അകപ്പെട്ട് നമ്മൾ ലജ്ജിച്ചു പോകരുത്. അടുത്തത്, നമ്മൾ ലജ്ജിക്കരുത് എന്ന് പറയുന്ന അന്തിമ വിധിയുടെ നാളിലാണ്. ദാനിയേൽ പറയുന്നു, ചിലർ നിത്യ നിന്ദയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായി പുനരുത്ഥാനം ചെയ്യുന്ന ദിവസം വരും. നമ്മൾ അങ്ങനെ ആയിരിക്കരുതേ. ഇടത്തുള്ള ശപിക്കപ്പെട്ടവരുടെ ഗണത്തിലാകരുത്. അന്തിമ വിധിയുടെ നാളിൽ നമ്മുടെ പ്രാണൻ ലജ്ജിക്കരുത്. നമുക്കൊന്ന് ഏറ്റു പറയണം, ഞാൻ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ശത്രുവിന്റെ സാമ്രാജ്യത്തോടുള്ള യുദ്ധത്തിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എന്റെ യേശു വരുന്ന നാളിൽ ഞാൻ കൈവിടപ്പെട്ട് ലജ്ജിച്ചു പോകത്തില്ല. അന്തിമ വിധിയുടെ നാളിൽ എന്റെ പ്രാണൻ ഭയപ്പെട്ട് ലജ്ജിക്കത്തില്ല. ദൈവം എന്നോട് കൂടെയുണ്ട്. എന്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ആടിത്തൂങ്ങിയൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. ആത്മാവ് എഴുന്നേറ്റ് പുറത്തു വരും, വന്നിട്ട് പ്രാർത്ഥിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കറുകച്ചാലിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു കുഞ്ഞും ബാലനുണ്ടായിരുന്നു. അവൻ അവിടെ ഒരു വീട്ടുജോലിക്ക് വന്നതാണ്. പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ട് നമ്മുടെ മാർഗത്തിൽ വന്നു. ചില രാത്രിയിൽ എന്നോടൊപ്പം വന്നിരുന്നു പ്രാർത്ഥിക്കും. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു സ്കൂൾ ടീച്ചർ അവിടെ വരുമായിരുന്നു. അവൾ ഏറ്റവും കൂനി വളഞ്ഞ സ്ത്രീയാണ്. മൈക്ക് സ്റ്റാൻഡ് കുനിഞ്ഞു നിൽക്കുന്ന പോലെ കൂനി വളഞ്ഞ് ഇഴഞ്ഞ് ഫെയ്ത്തോമിൽ വരും. വലിയ പ്രായമൊന്നുമില്ല. ഒരുപാട് ട്രീറ്റ്മെന്റൊക്കെ ചെയ്തു, പക്ഷെ അതിന് സുഖമില്ല. ഒരു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം മുട്ടയിൽ കെരൂബ് നിൽക്കുന്ന പോലെ മുഖാമുഖം നോക്കി മുട്ട് കയ്യിൽ പിടിച്ച് ഈ വിഷയം പറഞ്ഞു പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പയ്യനാണെങ്കിലും അവന്റെ നിയന്ത്രണം പോയി. എന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ മാറിപ്പോയി.
ഞാൻ കണ്ടു, അവന്റെ ഉള്ളിൽ നിന്ന് ആരോ ഇറങ്ങി പുറത്തു വരുന്നു. എന്തൊരു പ്രാർത്ഥനയാണ്! അതാണ് യുദ്ധം. പ്രാർത്ഥിച്ചു കുറെ കഴിഞ്ഞ് അവൻ തീക്കട്ട പോലെയായി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ നീ എന്താണ് കണ്ടത്? ഒരു പാമ്പ് 3-4 കഷ്ണമായി മുറിഞ്ഞു പോന്ന കണ്ടത്. രാത്രി 2 മണി. ആ സഹോദരി നേരെ നിന്നു. നിങ്ങൾക്കറിയാമോ, വർഷങ്ങളോളം കൂനി വളഞ്ഞ ആ സ്ത്രീ നേരെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ സാധാരണ ആളുകൾ നടന്നു വരുന്ന പോലെ വരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അച്ഛാ, വ്യാഴാഴ്ച രാത്രി 2 മണിയായപ്പോൾ ആരും എന്നെ തൊട്ടു. ഏതോ ഒരു ശക്തി 5-6 കഷ്ണമായി മുറിഞ്ഞുപോയി. അതാണ് പ്രാർത്ഥന. അറിയാമോ, പ്രാർത്ഥിക്കേണ്ടവരാണെങ്കിൽ 5 നിമിഷമേ ഉള്ളെങ്കിലും പ്രാർത്ഥിക്കണം. വചനം ഇതാണ്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ലജ്ജിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്, പത്രോസ് പറയുന്നു, ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിട്ടു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിക്കത്തില്ല. അങ്ങനല്ലേ വചനം? ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിട്ടിട്ടുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിക്കത്തില്ല. സിയോനിൽ എന്റെ ദൈവം ഒരു മൂലക്കല്ലിട്ടിട്ടുണ്ട്. എവിടെയാ വാക്യം? 1 പത്രോസ് 2-ാം അധ്യായം 3-ാം വാക്യമാണ്. പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം നിനക്ക് നിവർത്തിച്ചു തരും. യുദ്ധകളത്തിൽ ഇന്ന് വരെ നീ പരാജിതനാണെങ്കിൽ ഇന്ന് തുടങ്ങി നീ ജയശാലിയും സാത്താൻ പരാജിതനുമാണ്. യേശുവിന്റെ വരവിന്റെ ദിനം കാഹളം നീ കേൾക്കും, നിന്റെ ശരീരം രൂപാന്തരപ്പെടും. അന്തിമ വിധിയുടെ നാളിൽ യേശു നിന്നെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കും. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവർക്കിടയിലുണ്ട്. വചനം ഹൃദയത്തിൽ എഴുതി ചേർത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സിയോനിൽ ഒരു മൂലക്കല്ലിട്ടു, അത് യേശുവാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ഇനി അടുത്ത 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് യേശുവിന്റെ ക്രൂശിനെ കണ്ടു 950 വർഷം മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, അവങ്കിലേക്ക് നോക്കുന്നവൻ പ്രകാശിതനാകും, അവന്റെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. സിയോനിലെ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. 100% നമുക്ക് വിശ്വസിക്കാം. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. അടുത്തത്, അവങ്കിലേക്ക് നമുക്ക് നോക്കാം. 2 കള്ളന്മാരുടെ മധ്യ, ആകാശത്തിനും ഭൂമിക്കും മധ്യ താമ്രസർപ്പം തൂക്കപ്പെട്ട പോലെ റോമാക്കാരുടെ ശിക്ഷയേറ്റ് അടിയേറ്റ യേശുവിനെ നീ നോക്കിയാൽ നിന്റെ മുഖം 100% പ്രകാശിക്കും, ലജ്ജിക്കത്തില്ല. യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവാൻ ആരാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവാണ്. യേശുവിന്റെ ആവനാഴിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവ പൈതലേ, യേശു മുഖാന്തരം നിനക്ക് ആ വിഷയത്തിൽ ജയം തരും. യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ. അവൻ ശത്രുവിനോട് സംസാരിക്കുമ്പോൾ യുദ്ധം ചെയ്തെന്നില്ല, യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവന്റെ ആവനാഴിയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പ് കണ്ടപ്പോൾ ശത്രു തലചായിച്ചു പോയി. യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ, അവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. അടുത്ത വചനത്തിലേക്ക് നമുക്ക് വരാം. സങ്കീർത്തനം 25:3. അവിടെ എഴുതിയിരിക്കുന്ന, യഹോവേ, നിനക്കായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ലജ്ജിക്കത്തില്ല. യേശുവിൽ വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിക്കത്തില്ല. യേശുവിന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകരുത്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്റെ ജനം ഒരു നാളും ലജ്ജിക്കത്തില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.